അനിയത്തിയുണ്ട്. ഒരു ലൈഫുള്ളതാണ്. അപ്പം ഞാൻ അവരുടെ ആരെ ലൈഫ് തകർക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് പതിയെ അവിടുന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കറിയാം. കാരണം വീട്ടുകാരൊക്കെ ചിന്തിക്കുന്നത് മതപരമായിട്ടാണ്. അവര് പാരമ്പര്യം ചിന്തിക്കും. സദാചാര ബോധമുള്ള മനുഷ്യരാണ്. സമൂഹത്തിന്റെ ഒരു ഭാഗവുമാണ്. അപ്പൊ ഇത്തരം ഒരു വലിയൊരു സർക്കിളിനകത്ത് നിൽക്കുന്ന അവരെ സംബന്ധിച്ച് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസമുള്ള മനുഷ്യരും അല്ല. അതുകൊണ്ട് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും ലോകത്ത് സേഫ് ആവണമെന്ന് ഞാൻ നിലവിൽ പോലും ആഗ്രഹിക്കുന്നത് എന്റെ വീട്ടുകാരാ. അപ്പൊ അവര് സേഫ് ആവണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ നിക്കാതിരിക്കുക എന്നുള്ളതാ. അല്ലേ? ഞാൻ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ ഞാൻ നിക്കാതെ അവിടുന്ന് ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ എങ്ങടാ പോയത് വീട്ടീന്ന്? ആ വീട്ടീന്ന് പോയത് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് കമ്മ്യൂണിറ്റിപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്തുന്നാണ്. ആ അപ്പൊ എല്ലാരും പറഞ്ഞു, "ഓ! ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റൂല. നശിച്ചു പോവാൻ എളുപ്പമായല്ലോ. ഇനിയിപ്പോ എന്ത് തോന്നിയതും ചെയ്യാം." കാരണം സൊസൈറ്റി അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ ഇന്നും അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ പോയ സ്പേസ് നല്ലതായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. എനിക്ക് പഠിക്കാൻ പറ്റി, ജീവിക്കാൻ പറ്റി. പക്ഷേ എന്റെ തന്നെ സ്ട്രഗ്ലിങ്ങിൽ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിന്യൂസ് പഠിച്ചു. ഞാൻ ഒരു വർഷം ബ്രേക്ക് ചെയ്തിട്ടില്ല.